Hi friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വൈറ്റ് ചോക്ലേറ്റും അതുപോലെ ഡാർക്ക് ചോക്ലേറ്റോടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു പുഡിംഗ് ആണ്. നട്ട്സ് ഒക്കെ ചേർത്തിട്ട് അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ ഇത് ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഗീവ് അവേയിലൊക്കെ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കണേ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഗ്ലാസിൻ്റെ ബൗളോ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിത് ബട്ടർ പേപ്പർ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു കേക്ക് പോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഞാനൊരു 1/4 കപ്പോളം ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് എത്രയാണെന്ന് വെച്ചാൽ എടുത്താൽ മതി. അതിലേക്ക് കുറച്ച് ബട്ടർ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ഉപയോഗിക്കാം. ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് മുമ്പേ തന്നെ പുറത്തെടുത്ത് വെച്ചിട്ടുള്ള ബട്ടറാണ്. അപ്പോൾ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു ഷേപ്പ് ആക്കാൻ പറ്റണം, ആ വിധത്തിൽ ബട്ടർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്ലേറ്റിലേക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്, നമ്മൾ ചീസ് കേക്കൊക്കെ ചെയ്യുന്ന പോലെ. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിച്ചെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരു പാത്രം എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് മാവിന് പകരമായിട്ട് മൈദ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കോൺഫ്ലോർ ഉപയോഗിക്കാം. ഇതിലേക്ക് ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 കപ്പ് പാൽ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം 1 കപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 1 കപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കപ്പ് എന്ന് പറയുന്നത് 500 ml പാലാണ്. നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 1 കപ്പ് പാൽ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. രണ്ടാമത്തെ കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്നുകൂടി മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് നന്നായിട്ട് തിക്കാക്കി എടുക്കണം. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നിട്ട് നല്ല തിക്കായി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്, നല്ലൊരു ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്നുകൂടി നല്ലപോലെ തിക്കായിട്ട് കിട്ടണം. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും ബട്ടറോട് ചേർക്കുമ്പോൾ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ ഇതിൽ നിന്ന് പകുതി ഒരു ബൗളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെ ഒഴിക്കുമ്പോൾ ഈ ചോക്ലേറ്റ് അങ്ങ് മെൽറ്റായി കിട്ടും. തണുക്കാനായിട്ട് നിൽക്കരുത്, ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഈ ബാക്കിയുള്ള പകുതിയിലേക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ചൂടോടെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് അങ്ങ് മെൽറ്റായി വന്നോളും. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ചേർത്തിട്ടുള്ള ആ ഒരു പുഡിങ്ങിൻ്റെ മിക്സും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബിസ്ക്കറ്റൊക്കെ നല്ലപോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി ആദ്യമായിട്ട് ചോക്ലേറ്റിൻ്റെ ആ ഒരു പുഡിംഗ് മിക്സാണ് ഒഴിക്കുന്നത്. എല്ലായിടത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ചൂടൊക്കെ ഉണ്ട്. ഒരുപാട് അങ്ങ് ചൂട് പോകാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് കട്ട പിടിക്കും. അതുകൊണ്ട് ചെറിയ ചൂടോടെ തന്നെ ചേർത്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ അടുത്ത ലെയർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉടനെ തന്നെ അടുത്ത ലെയർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ വെളിയിൽ വെച്ചിട്ടുള്ളത് നന്നായിട്ട് കവർ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് നിരത്തിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂറോളം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ടുണ്ട് പുഡിങ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിക്കാനായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് ചോക്ലേറ്റിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തിളച്ച പാൽ ചേർത്തിട്ട് ഇങ്ങനെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. പിന്നെ കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു പുഡിങ്ങിന് ഈ നട്ട്സൊക്കെ ചേർക്കുമ്പോൾ. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കാഷ്യൂനട്ടോ അല്ലെങ്കിൽ ബദാമൊക്കെ ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പുഡിങ് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് തന്നെ സെറ്റായിട്ടുണ്ട്. ഈ പീനട്ട് കുറച്ചൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് പൊടിഞ്ഞൊന്നും പോകണ്ട, കുറച്ചൊന്ന് അല്ലെങ്കിൽ ഒരു കത്തി കൊണ്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതി. പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. നല്ല ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുള്ളത് കൊണ്ട് ഈ ഒരു പുഡിങ് കാണാൻ നല്ല ഭംഗിയാണ്. ഒരു കേക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നല്ല ഭംഗിയിൽ കിട്ടും. ഇതിൻ്റെ ആ പുറമേയുള്ള റിങ് ഞാനങ്ങ് എടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ല പോലെ ഒന്ന് സെറ്റായിട്ട് ഇതിൻ്റെ ആ ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ട് ബാക്കിയുള്ള ഡെക്കറേഷൻ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഈ ചോക്ലേറ്റ് ഗനാഷൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. ഈ ബട്ടർ പേപ്പർ പതുക്കെ എടുത്ത് മാറ്റണം, ഇല്ലെങ്കിൽ ഇത് മുകളിൽ നിന്ന് സൈഡിലേക്കൊക്കെ ഒലിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ ബാക്കി വന്നിട്ടുള്ള ഗനാഷ് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ പീനട്ട്സൊക്കെ ഇങ്ങനെ ഒന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗനാഷ് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഒരു 2-3 ചെറി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു നല്ലൊരു ഭംഗി കിട്ടാനായിട്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റോ മിൽക്ക് ചോക്ലേറ്റോ ഇല്ലെങ്കിൽ ഡയറി മിൽക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം, അതും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ്. നന്നായിട്ട് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ലതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിത് ഒരുപാട് അങ്ങ് തണുക്കാനായിട്ട് വെച്ചിട്ടില്ല, പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് കഴിക്കാനും നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ്. നമ്മൾ കേക്കൊക്കെ ചെയ്ത് വെക്കുന്ന പോലെ നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഗിവ് അവേയിൽ എല്ലാവരും പങ്കെടുക്കാനായിട്ട് ശ്രമിക്കണേ. ഗിവ് അവേയിൽ പങ്കെടുക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കമൻറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് കമൻറ്റ് ചെയ്യണം. താങ്ക് യു.